ഹലോ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാൽക്കുലസ് എന്ന് പറയുന്ന പേപ്പറിനകത്ത് ട്രിപ്പിൾ ഇന്റഗ്രൽ, മൾട്ടിപ്പിൾ ഇന്റഗ്രൽസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്, മോഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ തന്നെ ട്രിപ്പിൾ ഇന്റഗ്രൽ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. യൂണിവേഴ്സിറ്റി എക്സാമിന് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ഈ ഒരു സെക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എല്ലാവർക്കും ബിടെക് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ ഈ ചാനലിലേക്ക് സ്വാഗതം. ട്രിപ്പിൾ ഇന്റഗ്രൽ മൂന്ന് ഇന്റഗ്രൽ അതൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ജി എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡി വി എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഡി വി ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ എക്സ്, ഇന്റഗ്രൽ ഓവർ വൈ, ഇന്റഗ്രൽ ഓവർ സെഡ്, എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡി സെഡ് ഡി വൈ ഡി എക്സ് എന്ന് നമുക്ക് എഴുതാം. ഇതാണ് നോർമലി ട്രിപ്പിൾ ഇന്റഗ്രൽ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇവിടെ പഠിക്കുമ്പോൾ രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് ചോദിക്കുന്നത്. ഈ ലിമിറ്റുകളൊക്കെ കോൺസ്റ്റന്റ് ആയതും ലിമിറ്റുകളൊക്കെ വാരിയബിൾ ആയതും. ആ ലിമിറ്റുകൾ വാരിയബിൾ ചില ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ടാവും, ചില ക്വസ്റ്റ്യനിൽ വാരിയബിൾ ലിമിറ്റുകൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ട്രിപ്പിൾ ഇന്റഗ്രൽ എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ് ഇതിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വേർഷനും കൂടെ ഉണ്ട്, ട്രിപ്പിൾ ഇന്റഗ്രൽ ഇൻ സ്പെരിക്കൽ ആൻഡ് പോളാർ കോർഡിനേറ്റ്സ്, സ്പെരിക്കൽ ആൻഡ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ്. കഴിഞ്ഞ കാൽക്കുലസിന്റെ പേപ്പറിനകത്ത് ഈ ഒരു ടോപ്പിക് ഉണ്ടായിരുന്നില്ല. ഇപ്പോ പുതിയതായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ലീനിയർ ആൾജിബ്ര ആൻഡ് കാൽക്കുലസ് എന്ന് പറയുന്ന പേപ്പറിനകത്ത് പുതുതായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ് ട്രിപ്പിൾ ഇന്റഗ്രൽ ഇൻ സ്പെരിക്കൽ ആൻഡ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോ ഡയറക്റ്റ് ആയിട്ട് എങ്ങനെ ട്രിപ്പിൾ ഇന്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചെറിയ ക്വസ്റ്റ്യൻ, ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആദ്യം എഴുതുന്നത്. ഇവാലുവേറ്റ് ഇന്റഗ്രൽ 0 to 3, ഇന്റഗ്രൽ 0 to 2, ഇന്റഗ്രൽ 0 to 1, x y z dx dy dz. സിമ്പിൾ ആയിട്ടുള്ള ഇന്റഗ്രേഷൻ ആണ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആദ്യം നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. കണ്ടാൽ മനസ്സിലാവും നമുക്ക്. ഇത് എക്സിന്റെ ലിമിറ്റ് ആണ്, ഇതാണ് വൈയുടെ ലിമിറ്റ്, ആൻഡ് ഇതാണ് സെഡിന്റെ ലിമിറ്റ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതാം. ദിസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ z ഫ്രം 0 to 3, ഇന്റഗ്രൽ y ഫ്രം 0 to 2, ഇന്റഗ്രൽ x ഫ്രം 0 to 1, x y z dx dy dz. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ എക്സിലെയും വൈയിലെയും സെഡിലെയും ലിമിറ്റ് കോൺസ്റ്റന്റുകളാണ്. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഒക്കെ കോൺസ്റ്റന്റുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ആൻഡ് എക്സ് വൈ സെഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ പ്രൊഡക്റ്റ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. ലിമിറ്റ് കോൺസ്റ്റന്റും ആണ്, ഫംഗ്ഷൻ പ്രൊഡക്റ്റ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്യാവുന്നതാണ്. അതായത് സെഡിനെ വിത്ത് റെസ്പെക്ട് ടു സെഡിൽ ഇന്റഗ്രേറ്റ് ചെയ്യാം, വൈനെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഇന്റഗ്രേറ്റ് ചെയ്യുക, വൈയുടെ ലിമിറ്റ് കൊടുക്കുക, എക്സിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇന്റഗ്രേറ്റ് ചെയ്യുക, എക്സിന്റെ ലിമിറ്റ് കൊടുക്കുക, ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഇങ്ങനെ എഴുതാം നമുക്കിത്. സെഡ് ഫ്രം 0 to 3 സെഡ് ഡി സെഡ് ഇൻറ്റു ഇന്റഗ്രൽ വൈ ഫ്രം 0 to 2 വൈ ഡി വൈ ഇൻറ്റു ഇന്റഗ്രൽ എക്സ് ഫ്രം 0 to 1 എക്സ് ഡി എക്സ്. എന്നിട്ട് മൂന്നും കൂടെ ഇന്റഗ്രേറ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. z square by 2 from 0 to 3 into y square by 2 from 0 to 2 into x square by 2 from 0 to 1. That is equal to, ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുത്താൽ മതിയായിരിക്കും. എല്ലാ ലോവർ ലിമിറ്റും 0 ആണ്. അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് 3 square by 2 into 2 square by 2 into 1 square by 2. Okay. That is 2 square 4. ഇവിടെ താഴത്ത് 4 നമുക്ക് ക്യാൻസൽ ചെയ്യാം. ആൻസർ വരുന്നത് 9/2 അല്ലെ. ഡയറക്റ്റ് കാൽക്കുലേറ്റീവ് വാലുവേറ്റ് ചെയ്തിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാവുന്നതാണ്. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന് എടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്റഗ്രൽ -1 to 2, ഇന്റഗ്രൽ 0 to 2, ഇന്റഗ്രൽ 0 to 1, x square plus y square plus z square dx dy dz. ഇവിടെ ലിമിറ്റുകൾ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഇത് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, ഫംഗ്ഷനും എന്തായിരിക്കണം, ഒരു
മൂന്ന് വേരിയബിളിന്റെ പ്രോഡക്റ്റ് ആയിരിക്കണം. മൂന്ന് വേരിയബിളിന്റെ പ്രോഡക്റ്റ് അല്ല, അത് സമ്മാണ്. അതുകൊണ്ട് നമുക്കിത് സ്പ്ലിറ്റ് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് എക്സില് വൈയില് സെറ്റില് ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ ലിമിറ്റുകൾ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഇവിടെ എക്സ് ആണ്, അപ്പൊ ഇത് എക്സിന്റെ ലിമിറ്റ് ആയിരിക്കും. ദെൻ വൈ ആണ്, അപ്പൊ ഇത് വൈയുടെ ലിമിറ്റ് ആണ്. ഏറ്റവും അവസാനം കാണുന്നത് സെഡ് ആണ്, അപ്പൊ ആദ്യം കാണുന്ന ലിമിറ്റ് സെഡിന്റെ ലിമിറ്റ് ആയിരിക്കും. അപ്പൊ ഇതിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രൽ സെഡ് ഫ്രം -1 to 2, ഇന്റഗ്രൽ വൈ ഫ്രം 0 to 2. എക്സില് ഇന്റഗ്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ x³ 3 പ്ലസ് ഇതിലൊന്നും എക്സ് ഇല്ല. എക്സ് ഇല്ലാത്ത വാരിയബിളിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എക്സ് ഇല്ലാത്ത സാധനത്തിനെ കോൺസ്റ്റന്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അതിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ആ കോൺസ്റ്റന്റ് ഇൻഡു വാരിയബിൾ ആണ്. അപ്പൊ ഇവിടെ y² ഇന്റഗ്രൽ y² ഇൻഡു എക്സ് പ്ലസ് z² ഇന്റഗ്രൽ z² ഇൻഡു എക്സ് എന്നാണ് കിട്ടുക. ഇനി ഇതിന്റെ ലിമിറ്റ് എക്സിന് 0 മുതൽ 1 വരെയാണ് നിങ്ങൾ ലിമിറ്റ് കൊടുക്കേണ്ടത്. ആ ലിമിറ്റ് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലോവർ ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, കാരണം അത് 0 ആണ്. അപ്പർ ലിമിറ്റ് മാത്രം കൊടുത്താൽ മതിയായിരിക്കും. y ഫ്രം 0 to 2. അപ്പർ ലിമിറ്റ് 1 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക 1/3 പ്ലസ് y² ഇൻറ്റു 1 പ്ലസ് z² ഇൻറ്റു 1 അല്ലെ. ലോവർ ലിമിറ്റ് 0 ആണ്. എല്ലാ എക്സുകൾ വരുന്ന ടേമിലും എല്ലാ ടേമിലും എക്സ് ഉണ്ട്, അതുകൊണ്ട് 0 ആയിരിക്കും കിട്ടുക. ലോവർ ലിമിറ്റ് കൊടുത്താൽ വിത്ത് റെസ്പെക്ട് ടു y നമ്മൾ ഇതിനെ ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പോ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നോക്കിക്കോളൂ. z ഫ്രം -1 to 2 വിത്ത് റെസ്പെക്ട് ടു y ആണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. 1/3 കോൺസ്റ്റന്റ് ആണ് ഇന്റഗ്രൽ y/3 പ്ലസ് അല്ലെങ്കിൽ 1/3 ഇൻറ്റു y/3 ഇൻറ്റു y² ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു y³ 3 പ്ലസ് z². അതിനകത്ത് y ഇല്ല, അപ്പോ z² ഇൻറ്റു y ഫ്രം 0 to 2. yക്കാണ് നിങ്ങൾ 0 to 2 ലിമിറ്റ് കൊടുക്കേണ്ടത്. കൊടുത്തു നോക്കിക്കഴിഞ്ഞാൽ എന്താ കിട്ടാൻ നോക്കുക. z ഫ്രം -1 to 2. അപ്പർ ലിമിറ്റ് മാത്രം കൊടുത്താൽ മതിയായിരിക്കും, കാരണം ലോവർ ലിമിറ്റ് 0 ആണ്. 2/3 പ്ലസ് 2³ 3, അതായത് 8/3 പ്ലസ് 2 ഇൻറ്റു z², 2z². അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് കിട്ടുക dz. ഇത് എത്ര വരും? 10/3 എന്ന് വരും. അപ്പൊ ഇനി നോക്കുക. ദിസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ z ഫ്രം -1 to 2 10/3 പ്ലസ് 2z² ഇൻറ്റു dz. ഇത് നിങ്ങൾക്ക് ലാസ്റ്റ് ഇന്റഗ്രൽ ആയതുകൊണ്ട് ഇതിനകത്ത് z എന്ന് പറഞ്ഞ വാരിയബിൾ മാത്രമേ ഉള്ളൂ. സെഡിന്റെ ലിമിറ്റ് ആണ് കൊടുക്കേണ്ടത്. കാൽക്കുലേറ്ററിൽ ചെയ്യാം. ഡയറക്റ്റ് കാൽക്കുലേറ്റർ ചെയ്താൽ പെട്ടെന്ന് ആൻസർ കിട്ടും. ഇവിടെ 10/3 ഇന്റഗ്രൽ എന്താ? 10/3 ഇൻറ്റു വാരിയബിൾ z പ്ലസ് 2 ഇൻറ്റു z² ഇന്റഗ്രൽ z³ 3. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും നമ്മളിവിടെ കൊടുക്കണം സെഡിന്. അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് നോക്കുക. 10/3 ഇൻറ്റു 2 പ്ലസ് 2 ഇൻറ്റു 2³ 8/3. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആയിട്ട് നിങ്ങൾ -1 ആണ് കൊടുക്കേണ്ടത്. അപ്പൊ 10/3 ഇൻറ്റു -1 പ്ലസ് 2 ഇൻറ്റു -1³ ദാറ്റ് ഈസ് ഈക്വൽ ടു 20/3 പ്ലസ് 16/3. ഇനി ഇതിൽ രണ്ടിലും മൈനസ് വരും അല്ലെ. ഇതിലൊരു മൈനസ് വരും. ഇവിടെ -1³ വാല്യൂ എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പൊ രണ്ടിലും മൈനസ് വരുന്നുണ്ട്. ആ മൈനസിനോട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ ടേം പ്ലസ് ആയിട്ട് മാറും. 10/3 പ്ലസ് 2/3 അല്ലെ. ടോട്ടൽ എന്താ വരിക? ഡിനോമിനേറ്റർ 3 ആണ്. ടോട്ടൽ 36, 46, 48. ആൻസർ 48/3 എന്ന് കിട്ടും. ഇത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാതെ ഡയറക്റ്റ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവാലുവേറ്റ് ഇന്റഗ്രൽ 0 to 1, ഇന്റഗ്രൽ y² to 1, ഇന്റഗ്രൽ 0 to 1 മൈനസ് x dz dx dy. അപ്പൊ ലിമിറ്റുകൾ ഐഡന്റിഫൈ ചെയ്യുക. ഇത് ഏതിന്റെ ലിമിറ്റ് ആണ്? സെഡിന്റെ ലിമിറ്റ് ആണ്. ഇത് എക്സിന്റെ ലിമിറ്റ് ആണ്. ഇത് വൈയുടെ ലിമിറ്റ് ആണ്. ഓക്കെ. അപ്പോ ഇതിൽ നേരത്തെ ക്വസ്റ്റ്യനിൽ നിന്ന് ഇത് തമ്മിലൊന്ന് വ്യത്യാസം എന്താണ്? ഇതിനകത്തുള്ള വാരിയബിൾസ് ലിമിറ്റുകളൊന്നും കോൺസ്റ്റന്റുകളല്ല അല്ലെ. ഇവിടെ വാരിയബിൾ വരുന്നുണ്ട്, എക്സിന്റെ ലിമിറ്റിൽ വാരിയബിൾ വരുന്നുണ്ട്, സെഡിന്റെ ലിമിറ്റിലും വാരിയബിൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് കോൺസ്റ്റന്റ് അല്ലാത്ത ലിമിറ്റ് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ ഓർഡറിനനുസരിച്ച് ഇപ്പൊ തന്നിട്ടുള്ള ഓർഡറിനനുസരിച്ച് നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്യാം. ഫൈനൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സാധനം വാരിയബിൾ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ നോക്കുക. ഇന്റഗ്രൽ y ഫ്രം 0 to 1, ഇന്റഗ്രൽ x ഫ്രം y² to 1, ഇന്റഗ്രൽ z ഫ്രം 0 to 1 മൈനസ് x dz ഇൻറ്റു dx ഇൻറ്റു dy. ഇങ്ങനെയാണത് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ y ഫ്രം 0 to 1, ഇന്റഗ്രൽ x ഫ്രം y² to 1. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു z ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x കോൺസ്റ്റന്റ് ആണ്. x നെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. dz ന്റെ ഇന്റഗ്രൽ dz 1 dz എന്താണ് വരിക? z ഫ്രം 0 to 1 മൈനസ് x. അപ്പർ ലിമിറ്റോ ലോവർ ലിമിറ്റോ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പർ ലിമിറ്റ് കൊടുത്താൽ മതിയായിരിക്കും, കാരണം ലോവർ ലിമിറ്റ് 0 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു
integral y from 0 to 1, integral x from y square to 1, x into upper limit 1 minus x, lower limit 0 ആണ് dx dy. That is equal to integral y from 0 to 1, integral x from y square to 1, ഈ x multiply ചെയ്താൽ x into 1 x minus x into x x square dx dy. അപ്പൊ ഇനി x ലാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. This is equal to integral y from 0 to 1, x in integral with respect to x x square by 2 minus x square integral x cube by 3. Upper limit 1, lower limit x equal to y square. ശ്രദ്ധിക്കണം dy. That is equal to ഇവിടെ രണ്ട് ലിമിറ്റും കൊടുക്കണം, അപ്പർ ലിമിറ്റും കൊടുക്കണം, ലോവർ ലിമിറ്റും കൊടുക്കണം. കാരണം രണ്ടിലും വാല്യൂ വരുന്നുണ്ട്, 0 അല്ല വരുന്നത്. ഇന്റഗ്രൽ y from 0 to 1, എക്സിന് അപ്പർ ലിമിറ്റ് കൊടുക്കുകയാണെങ്കിൽ 1 ആണ് കൊടുക്കേണ്ടത്. 1/2 മൈനസ് 1/3 അപ്പർ ലിമിറ്റ്, മൈനസ് ലോവർ ലിമിറ്റ് എക്സിന് കൊടുക്കേണ്ടത് y സ്ക്വയർ ആണ്. അപ്പൊ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? y raised to 4 അല്ലെ? y സ്ക്വയർ ഹോൾ സ്ക്വയർ വരില്ലേ? എക്സിന്റെ വാല്യൂ ആണ് y സ്ക്വയർ. അപ്പൊ y സ്ക്വയറോട് കൊടുത്താൽ y സ്ക്വയർ ഹോൾ സ്ക്വയർ വരും. y raised to 4/2 മൈനസ് y ക്യൂബ്, സോറി എക്സ് ക്യൂബ് ആണ്. അവിടെ എക്സിന് പകരം y സ്ക്വയർ കൊടുത്തു കഴിഞ്ഞാൽ y സ്ക്വയർ ഹോൾ ക്യൂബ്, y raised to 6 അല്ലെ? ഡിവൈഡഡ് ബൈ 3. ഇതാണ് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുത്തിട്ടുള്ളത് dy. ഇത് ഡയറക്റ്റ് നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. ഇന്റഗ്രൽ y ഫ്രം 0 to 1 ഇതെന്ത് വരും? 3 and 2 1/6 മൈനസ് y raised to 4/2 പ്ലസ് y raised to 6/3 dy. ഇന്റഗ്രേറ്റ് ചെയ്തോളൂ. y/6 മൈനസ് y raised to 5/5 വരും. ഇവിടെ 2 കൂടെ ഉള്ളതുകൊണ്ട് 2 into 5 10 എന്ന് കിട്ടും. പ്ലസ് y raised to 7/3 ഓൾറെഡി ഉണ്ട്. 3 into 7 21. 0 to 1 yക്ക് നിങ്ങൾ 1 ആണ് കൊടുക്കേണ്ടത്. അപ്പർ ലിമിറ്റ് 1/6 മൈനസ് 1/10 പ്ലസ് 1/21 അല്ലെ? ലോവർ ലിമിറ്റ് 0 ആണ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 0 ആണ് കിട്ടുക. ഇത് സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 4/35 എന്നുള്ള വാല്യൂ കിട്ടും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാം. ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാം. ഇത് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത് 3 ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോ പറഞ്ഞത്. ഏതൊക്കെയാ? ഒന്ന് കോൺസ്റ്റന്റ് ലിമിറ്റുകൾ വരുന്നത്, അത് തന്നെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. കോൺസ്റ്റന്റ് ലിമിറ്റുകൾ വരുന്നത്, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തത്. ഇത് വാരിയബിൾ ലിമിറ്റ് വരുന്നത്. ഓക്കെ, ട്രിപ്പിൾ ഇന്റഗ്രലിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. വോളിയം കാൽക്കുലേറ്റഡ് ആസ് ട്രിപ്പിൾ ഇന്റഗ്രൽ. ട്രിപ്പിൾ ഇന്റഗ്രൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? വോളിയം ഓഫ് എ സോളിഡ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പൊ സപ്പോസ് G ഈസ് എ ബൗണ്ടഡ് സോളിഡ്, ബൗണ്ടഡ് ബൈ 3 or 4 ലൈൻസ് ഓർ കർവ്സ്. അപ്പോ നമുക്ക് ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ G dV എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? വോളിയം കിട്ടും. അപ്പൊ വോളിയം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ് integral over G, triple integral over G dV. And what is dV? dV is integral over x, integral over y, integral over z, dx, dy, dz. ഈ ഒരു ഫോർമുല വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ ഇന്റഗ്രൽ ഓവർ എക്സ് വരും, ഇന്റഗ്രൽ ഓവർ വൈ വരും, ഇന്റഗ്രൽ ഓവർ സെഡ് വരും. ഇത് വോളിയം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുലയാണ്. ഏറ്റവും കൂടുതൽ തവണ KTU എക്സാമില്, കാൽക്കുലസ് എക്സാമില് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ട്രിപ്പിൾ ഇന്റഗ്രലിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇതിൽ ചെറിയ മോഡിഫിക്കേഷൻസ് ഒക്കെ ചില ക്വസ്റ്റ്യൻസിൽ ഉണ്ടാവും, എന്നാലും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. യൂസ് ട്രിപ്പിൾ ഇന്റഗ്രൽ ടു ഫൈൻഡ് ദ വോളിയം ഓഫ് ദ സോളിഡ് സിലിണ്ടർ x square plus y square equal to 9 and between the planes z equal to 1, z equal to 5. ആ ഒരു പ്ലെയിനിന്റെ ഡിഫറൻസുകളാണ് ചില ക്വസ്റ്റ്യനിൽ വരാറുള്ളത്, എന്നാലും റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഈ സോളിഡ് സിലിണ്ടറിന്റെ വോളിയം ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോ ഇവിടെ എന്താണ് സിലിണ്ടർ എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. സിലിണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ബേസ് സർക്കിൾ ആയിരിക്കും അല്ലെ? ബേസ് സർക്കിൾ ആയിരിക്കും. എന്നിട്ട് അതിന്റെ നമ്മൾ ആ സർക്കിളിന് നമ്മൾ എന്ത് കൊടുക്കുകയാണ്? ഒരു ഹൈറ്റ് കൊടുക്കുകയാണ്. ആ സർക്കിളിന് നമ്മൾ ഒരു ഹൈറ്റ് കൊടുക്കുമ്പോൾ, ഒരു എച്ചിലുള്ള ഒരു ഹൈറ്റ് കൊടുക്കുമ്പോൾ, സെന്ററിലുള്ള ഒരു ഹൈറ്റ് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഈ ഫിഗറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിലിണ്ടർ എന്ന് പറയുന്നത്. സർക്കിളിന് ഹൈറ്റ് കൊടുക്കുമ്പോൾ, ഓക്കെ, സർക്കിൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്താണ്? സ്പിയർ ആണ്. സർക്കിളിന് ഒരു സെഡ് ആക്സിൽ ഒരു ഹൈറ്റ് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫിഗർ ആണ് എന്ത്? സിലിണ്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഈ സിലിണ്ടറിന്റെ വോളിയം ആണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോ ഇവിടെ തന്നിട്ടുള്ള ലിമിറ്റുകൾ നോക്കുക നിങ്ങൾ. ആദ്യം സെഡിന്റെ ലിമിറ്റ് ഡയറക്റ്റ് ആണ് ഇവിടെ. എന്താണ്? സെഡ് ഫ്രം 1
ടു 5. അപ്പൊ z ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ ഒരു പ്ലെയിൻ, അത് XY പ്ലെയിനിന് പാരലൽ ആയിട്ടുള്ള പ്ലെയിൻ ആണ്. അത് എവിടെയാണുള്ളതെന്ന് വിചാരിക്കും. ഇതാണ് z ഈക്വൽ ടു 1. ദെൻ അതിന്റെ മുകളിലാണ് എന്ത് വരുന്നത്, z ഈക്വൽ ടു 5 എന്ന് പറഞ്ഞൊരു പ്ലെയിൻ വരുന്നത്. അപ്പൊ z ന്റെ ലിമിറ്റ് ഇവിടെ 1 to 5 ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എഴുതേണ്ടത് ലിമിറ്റുകളാണ്. ലിമിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് എഴുതി വെച്ചിട്ട് അതിനകത്ത് എഴുതി വെക്കുക z ഈക്വൽ ടു 1 to z ഈക്വൽ ടു 5. ഇനി നമ്മൾ നോക്കേണ്ടത് ഇതിന്റെ XY ലിമിറ്റ് ആണ്, എക്സിന്റെയും വൈയുടെയും ലിമിറ്റ് ആണ്. അപ്പോൾ XY എന്ന് പറയുമ്പോൾ ഈ ഒരു സർക്കിളിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇതിന്റെ ലിമിറ്റുകൾ ഇരിക്കുന്നത്. കാരണം ഫിഗർ നമുക്ക് തന്നിട്ടുള്ളത് x² + y² = 9 എന്ന് പറയുന്ന സർക്കിൾ ആയിട്ടാണ്. ആ സർക്കിളിലാണ് നമ്മൾ സിലിണ്ടർ ആക്കി കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ സപ്പോസ് ഇതാണ് നമ്മുടെ ഫിഗർ എന്ന് വിചാരിക്കൂ, സർക്കിൾ എന്ന് വിചാരിക്കൂ. x² + y² എന്ന് പറഞ്ഞാൽ എന്താണ്, 3 റേഡിയസ് വരുന്ന, ഒറിജിനിൽ നിന്ന് 3 റേഡിയസ് വരുന്ന ഒരു സർക്കിൾ ആണ്. ദെൻ ഇതിലെ എക്സിന്റെയും വൈയുടെയും ലിമിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇത് കംപ്ലീറ്റ് ഉണ്ട്, ഈ സർക്കിൾ മുഴുവനായിട്ടും നമ്മുടെ വോളിയത്തിനകത്ത് വരുന്നുണ്ട്. അപ്പോ ഈ സർക്കിളിനകത്ത് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇങ്ങനെ ഒരു ഫിഗറിനകത്ത് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരെണ്ണം കോൺസ്റ്റന്റ് ലിമിറ്റും ഒരെണ്ണം വാരിയബിൾ ലിമിറ്റും ആയിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ സപ്പോസ് നമ്മൾ എക്സിന് കോൺസ്റ്റന്റ് ലിമിറ്റ് കൊടുക്കാൻ തീരുമാനിച്ചതെങ്കിൽ എക്സിന്റെ മിനിമം വാല്യൂ മാക്സിമം വാല്യൂ നോക്കിയാൽ മതി. എക്സ് ഇങ്ങനെയാണല്ലോ വാല്യൂ ചെയ്യുന്നത്. എക്സിന്റെ മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ എക്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക, ഇവിടെ എക്സിന്റെ വാല്യൂ എന്താ -3, എവിടെ എക്സ് അവസാനിക്കും, +3 അവസാനിക്കും. എക്സിന് നിങ്ങൾ കോൺസ്റ്റന്റ് ലിമിറ്റ് കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ y ആക്സിന് പാരലൽ ആയിട്ട് എന്ത് വരയ്ക്കുക, ഒരു സ്ട്രിപ്പ് വരയ്ക്കാം. ആ സ്ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് മുതൽ എൻഡ് ചെയ്യുന്ന പോയിന്റ് വരെയാണ് y വാരി ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പോയിന്റിലെ y, ഈ ഒരു ഇക്വേഷൻ എന്താണ്, x² + y² = 9 എന്ന് പറഞ്ഞ സർക്കിളിന്റെ ഇക്വേഷൻ ആണ്. അതിനകത്ത് നിങ്ങൾക്ക് y എന്ന് എഴുതാൻ പറ്റും, √9 - x² എന്ന് എഴുതാൻ പറ്റും അല്ലെ. അതിന്റെ ഈ ലോവർ പാർട്ട് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സൈഡ്, വൈയുടെ നെഗറ്റീവ് സൈഡ്. അപ്പൊ ഈ നമ്പർ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ആൻഡ് ഇത് y ഈക്വൽ ടു √9 - x² ആയിരിക്കും. ഇവിടെ y ഈക്വൽ ടു -√9 - x², ഇവിടെ y ഈക്വൽ ടു +√9 - x² ആണ് വരിക. അപ്പോ ഇവിടെ എല്ലാ ലിമിറ്റുകളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. എക്സ് വാരി ചെയ്യുന്നത് -3 മുതൽ +3 വരെയാണ്. ആൻഡ് y വാരി ചെയ്യുന്ന -√9 - x² മുതൽ √9 - x² വരെയാണ്. അപ്പൊ 3 ലിമിറ്റുകളും ആയിട്ടുണ്ട്. y varies from -√9 - x² to √9 - x². ഇതാണ് ഇതിന്റെ ലിമിറ്റ്, വൈയുടെ ലിമിറ്റ്. ആൻഡ് എക്സിന്റെ ലിമിറ്റ് -3 to +3. അപ്പോ നമുക്ക് വോളിയത്തിന്റെ ഫോർമുല ഡയറക്റ്റ് ആയിട്ട് എഴുതി നമുക്ക് വോളിയം കാൽക്കുലേറ്റ് ചെയ്യാം. എന്താണ് വോളിയത്തിന്റെ ഫോർമുല, ∫g dv ആണ് വോളിയം. വോളിയം v ഈക്വൽ ടു ∫g dv, that is equal to ഇന്റഗ്രൽ ലിമിറ്റുകൾ കൊടുക്കുക, കോൺസ്റ്റന്റ് ലിമിറ്റ് ആദ്യം കൊടുക്കുക, x from -3 to +3, ഇന്റഗ്രൽ y from -√9 - x² to √9 - x². then z ന്റെ ലിമിറ്റ് കൊടുക്കുക, z from 1 to 5 dz dy dx. ഓക്കെ, ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ z ന്റെ ലിമിറ്റ് തന്നെ ആദ്യം കൊടുക്കണം എന്ന് യാതൊരു നിർബന്ധവും. നിങ്ങൾക്ക് z ന്റെ ലിമിറ്റ് ആദ്യം y ഇവാലുവേറ്റ് ചെയ്തിട്ട് കൊടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എപ്പോഴും നമ്മൾ z ന്റെ ലിമിറ്റ് ആദ്യം കൊടുത്ത് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. കാരണം നമ്മൾ ഇതിന്റെ നെക്സ്റ്റ് ഒരു ടോപ്പിക് ഞാൻ പറഞ്ഞു, സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിൽ ആദ്യം z ന്റെ ഇവാലുവേഷൻ ആണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഓർഡർ എപ്പോഴും കീപ്പ് ചെയ്യുന്നത് നല്ലതാണ് സിലിണ്ടർ ഒക്കെ വരുന്ന സമയത്ത്. ദെൻ ഇത് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. വിത്ത് റെസ്പെക്ട് ടു z ആണ് നിങ്ങൾ ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ദിസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ x from -3 to 3, y from -√9 - x² to √9 - x², dz. ഇന്റഗ്രൽ എന്താ വരുന്നത്, z ആണ് വരിക, 1 to 5 dy dx. that is equal to integral x from -3 to 3, y from -√9 - x² to √9 - x². അപ്പർ ലിമിറ്റ് 5, ലോവർ ലിമിറ്റ് 1, 5 - 1 എന്ത് വരും, 5 - 1 4 എന്ന് കിട്ടും അല്ലെ, 4 dy dx. ഇനി വിത്ത് റെസ്പെക്ട് ടു 4 കോൺസ്റ്റന്റ് ആണ്, പുറത്തേക്ക് എടുക്കാം. ഇന്റഗ്രൽ x from -3 to 3 വിത്ത് റെസ്പെക്ട് ടു y ആണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. dy നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്താ കിട്ടുക, y ആണ് കിട്ടുക. y from -√9 - x² to +√9 - x² dx. that is equal to എന്ത് വരും നോക്കൂ, 4 into integral x from -3 to +3, y-യുടെ അപ്പർ ലിമിറ്റ് √9 - x², ലോവർ ലിമിറ്റ് -√9 - x² ആണ്. അപ്പൊ √9 - x² -√9 - x² വരും. ഈ മൈനസ് മൈനസ് കൂടെ എന്ത് വരും, പ്ലസ് ആവും. അപ്പൊ ഇത് 2 ടൈംസ് വരും അല്ലെ. 4 into integral x from -3 to 3 √9 -
എക്സ് സ്ക്വയർ 2 ടൈംസ് വരും dx. ഇത് നമുക്ക് ഔട്ട് സൈഡ് എടുക്കാവുന്നതാണ്. അപ്പൊ 8 എന്ന് കിട്ടും. 8 into integral x from -3 to 3 root of 9 minus x square dx. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഇത് ഫോർമുലയൊക്കെ യൂസ് ചെയ്യാം. റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറിന്റെ ഫോർമുല യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഡയറക്റ്റ് കാൽക്കുലേറ്ററിൽ നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുക. ഈ ഒരു ചെറിയ ഇന്റഗ്രൽ ആണ്, ഡെഫിനറ്റ് ഇന്റഗ്രൽ ആണ്. നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ കാൽക്കുലേറ്ററിൽ നിങ്ങൾ ചെയ്യുമ്പോൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 36 പൈ എന്നാണ്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് യൂണിവേഴ്സിറ്റി എക്സാമിന് സ്ഥിരം ചോദിക്കാറുള്ളതാണ്. ഈ പ്ലെയിനിൽ ചെറിയ ഡിഫറൻസുകളാണ് ചില പ്രാവശ്യങ്ങളിൽ ഉണ്ടാവാറുള്ളത്. എന്നാലും നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു വായിക്കാം. നേരത്തെ അതേ ക്വസ്റ്റ്യൻ ആണ്. സോളിഡ് സിലിണ്ടറിന്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 9 ബിറ്റ്വീൻ ദ പ്ലെയിൻ z ഈക്വൽ ടു 1 ആൻഡ് എക്സ് പ്ലസ് z ഈക്വൽ ടു 5. ആ ഒരു ലാസ്റ്റ് പ്ലെയിനിൽ മാത്രമാണ് ഒരു ചെറിയ ഡിഫറൻസ് ഉള്ളത്. ഫിഗർ ഒക്കെ നിങ്ങൾ ഇതുപോലെ തന്നെ വരയ്ക്കുക. ഇവിടെ ലിമിറ്റുകൾ എടുക്കുന്ന സമയത്ത് വരുന്ന ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ലിമിറ്റ്സ് z ഫ്രം 1 ടു എക്സ് പ്ലസ് z ഈക്വൽ ടു 5 ആണ്. അതിനകത്ത് നിങ്ങൾ z ന്റെ വാല്യൂ ആണ് ലിമിറ്റ് ആയിട്ട് എഴുതേണ്ടത്. z ഇസ് ഈക്വൽ ടു 5 മൈനസ് എക്സ്. ഇതാണ് z ന്റെ അപ്പർ ലിമിറ്റ് വരിക. വേറെ ഡിഫറൻസുകൾ ഒന്നുമില്ല. നേരത്തെ ചെയ്ത പോലെ തന്നെ y ഫ്രം മൈനസ് റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് സ്ക്വയർ ടു റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് സ്ക്വയർ. വൈയുടെ ലിമിറ്റ് അത് വരും. ആൻഡ് എക്സിന്റെ ലിമിറ്റ് വരുന്നത് -3 ടു +3 ആണ്. ഓക്കെ, ഇത് നിങ്ങൾ നേരത്തെ ചെയ്ത പോലെ തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു നോക്കുന്നത്. ഞാനൊരു ഹോംവർക്ക് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ഇവിടെ ലീവ് ചെയ്യാണ്. ചെയ്തു നോക്കാം. ഇതാണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ വോളിയം ഓഫ് ദ സോളിഡ് ഇൻ ദ ഫസ്റ്റ് ഒക്ടന്റ് ബൗണ്ടഡ് ബൈ ദ കോർഡിനേറ്റ് പ്ലേറ്റ്സ് ആൻഡ് ദ പ്ലെയിൻ എക്സ് പ്ലസ് 2y പ്ലസ് z ഈക്വൽ ടു 6. ഇത് ഫസ്റ്റ് ഒക്ടന്റിലുള്ള ഒരു ഒരു സോളിഡ് ആണ്. ഇതാണ് ഫസ്റ്റ് ഒക്ടന്റ്. എക്സിന്റെ പോസിറ്റീവ്, വൈയുടെ പോസിറ്റീവ്, സെഡിന്റെ പോസിറ്റീവ്. അതായത് എക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്, വൈ സ്റ്റാർട്ട് ചെയ്യുന്നത്, സെഡ് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ പോസിറ്റീവ് ആയിട്ടാണ്. പോസിറ്റീവ് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കും? 0 എന്നായിരിക്കും അല്ലെ? അപ്പൊ ലിമിറ്റ്സ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എക്സ് 0 എന്നാണ് തുടങ്ങുക, വൈ 0 എന്നാണ് തുടങ്ങുക, സെഡും 0 എന്നാണ് തുടങ്ങുക. ഇനി സെഡ് എവിടെ അവസാനിക്കുന്നു എന്നുള്ളത് കണ്ടുപിടിക്കാൻ നമുക്ക് വേറൊരു പ്ലെയിനും കൂടെ തന്നിട്ടുണ്ട്. ഇതിപ്പോ 3 പ്ലെയിൻ, ഇവിടെ ഒരു ചുമരുണ്ട്, ഇവിടെ ഒരു ചുമരുണ്ട്, ഇങ്ങനെ ഒരു ചുമരുണ്ട് വിചാരിക്കാം നിങ്ങൾ. ആൻഡ് ഇവിടെയും ഒരു ചുമര് വന്നിട്ടുണ്ട്, ആൻഡ് ഇവിടെയും ഒരു ചുമര് വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ ഫ്രണ്ടിൽ കവർ ചെയ്യാനായിട്ടുള്ള ഒരു പ്ലെയിനും കൂടെയാണ് വേണ്ടത്. ആ പ്ലെയിൻ ആണ് ഈ കാണുന്ന പ്ലെയിൻ. അപ്പൊ ഇതിനകത്ത് നമുക്ക് സെഡിന്റെയും എക്സിന്റെയും വൈന്റെയും ഒക്കെ ലിമിറ്റുകൾ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോ ഇവിടെ സെഡിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾ നേരത്തെ ചെയ്ത പോലെ തന്നെ തന്ന ഇക്വേഷന് സെഡ് കണ്ടുപിടിക്കുക. 2 z ഈക്വൽ ടു എന്താ വരിക? 6 മൈനസ് എക്സ് മൈനസ് 2y എന്ന് കിട്ടും അല്ലെ? അപ്പൊ ഇതാണ് സെഡിന്റെ ലിമിറ്റ്. സെഡ് വാരീസ് ഫ്രം 0 ടു 6 മൈനസ് എക്സ് മൈനസ് 2y. ഇനി നിങ്ങൾ വൈയുടെ ലിമിറ്റ് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സെഡിന്റെ ലോവർ ലിമിറ്റ് എന്താണോ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സെഡിനെ കളയാം, സെഡിനെ ഒഴിവാക്കാം. അപ്പൊ സെഡിന്റെ ലോവർ ലിമിറ്റ് എന്താണ്? 0 ആണ്. 0 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0 ഈക്വൽ ടു 6 മൈനസ് എക്സ് മൈനസ് 2y. ഇപ്പോ ഈ ഒരു ഇക്വേഷനകത്ത് എക്സും വൈയും മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിനകത്ത് എക്സിന്റെ ലിമിറ്റ് എടുക്കാം, അല്ലെങ്കിൽ വൈയുടെ ലിമിറ്റ് എടുക്കാം. സപ്പോസ് ഇവിടെ ആദ്യം ഇനി രണ്ടാമത് വൈ ആണ് വന്നിട്ടുള്ളത്. അപ്പൊ വൈയുടെ ലിമിറ്റ് എടുക്കുമ്പോൾ എന്തൊരു കുഴപ്പമെന്ന് വെച്ചാൽ വൈ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. 2y ഈക്വൽ ടു എന്ന് എഴുതുക. 2y ഈക്വൽ ടു 6 മൈനസ് എക്സ്, വൈ ഈക്വൽ ടു 6 മൈനസ് എക്സ് ബൈ 2 എന്ന് വരും. അപ്പൊ ഒരു ഡിനോമിനേറ്ററിൽ 2 വന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പൊ ഡിനോമിനേറ്ററിൽ 2 ഇല്ലാത്ത ഒരു വാരിയബിൾ ഇവിടെ ഉണ്ടല്ലോ, ഏതാണ്? എക്സ്. അപ്പൊ ഇതിനകത്ത് എക്സ് കണ്ടുപിടിച്ചാൽ മതി. എക്സ് ഈക്വൽ ടു എന്ത് വരും? എക്സ് ഈക്വൽ ടു 6 മൈനസ് 2y. അപ്പൊ എക്സിന്റെ അപ്പർ ലിമിറ്റ് ഏതാണ്? എക്സ് ഈക്വൽ ടു 6 മൈനസ് 2y. ഓക്കെ, നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ ആണ് ഇവിടെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. സെഡ് കണ്ടുപിടിച്ച് അത് കഴിഞ്ഞിട്ട് സെഡിന്റെ ലോവർ ലിമിറ്റ് നിങ്ങൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്തത് ഇതിനകത്ത്. അതേപോലെ തന്നെ എക്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇനി ചെയ്യേണ്ട എന്താണ്? എക്സിന്റെ ലോവർ ലിമിറ്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സിന്റെ ലോവർ ലിമിറ്റ് എന്താണ്? 0 ആണ്. 0 ഈക്വൽ ടു 6 മൈനസ് 2y. ഇതിനകത്ത് y കണ്ടുപിടിക്കാലോ. y ഞങ്ങൾ കൊണ്ടുവരാം. 2y ഈക്വൽ ടു 6. ദാറ്റ് ഇംപ്ലൈസ് y ഈക്വൽ ടു 3. അപ്പൊ y വാരി ചെയ്യുന്നത് y ഫ്രം 0 ടു 3. അപ്പൊ 3 ലിമിറ്റുകൾ നമുക്ക് കിട്ടി. ഏതൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ലിമിറ്റുകൾ നോക്കുക. എക്സ് വാരീസ് ഫ്രം 0 ടു 6 മൈനസ് 2y, y വാരീസ് ഫ്രം 0 ടു 3, ആൻഡ് z വാരീസ് ഫ്രം 0 ടു 6 മൈനസ് എക്സ് മൈനസ് 2y. ഓക്കെ, അപ്പോ ഇത് നമുക്ക് വോളിയം കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യാം. വോളിയം v is equal to triple integral over the solid G dv, that is equal to integral. നമുക്കിവിടെ കോൺസ്റ്റന്റ് ലിമിറ്റ് വന്നിട്ടുള്ളത് ഇതിലാണ്, വൈയിലാണ്. അപ്പൊ ആദ്യം വൈ എഴുതാം. y ഫ്രം 0 ടു 3 ഇന്റഗ്രൽ x ഫ്രം 0 ടു 6 മൈനസ് 2y
integral z from 0 to 6 minus x minus 2y. ആദ്യം z dz, പിന്നെ x dx, ലാസ്റ്റ് y dy. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു z ആദ്യം നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രൽ y ഫ്രം 0 to 3, ഇന്റഗ്രൽ x ഫ്രം 0 to 6 minus 2y. z ഇന്റഗ്രേറ്റ് ചെയ്താൽ z ആണ്, dz ഇന്റഗ്രേറ്റ് ചെയ്താൽ z ആണ് വരിക. 0 to 6 minus x minus 2y. വിത്ത് റെസ്പെക്ട് ടു x, വിത്ത് റെസ്പെക്ട് ടു y ആണ് നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. y ഫ്രം 0 to 3, x ഫ്രം 0 to 6 minus 2y. സെറ്റിന്റെ ലിമിറ്റ് അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 6 മൈനസ് എക്സ് മൈനസ് 2y എന്ന് കിട്ടും. ലോവർ ലിമിറ്റ് 0 ആണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. dx dy. ഇനി വിത്ത് റെസ്പെക്ട് ടു x ഇന്റഗ്രേറ്റ് ചെയ്തോളൂ. ഇന്റഗ്രൽ y ഫ്രം 0 to 3, x ഇന്റഗ്രേറ്റ് ചെയ്താൽ 6x മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് 2xy അല്ലെ. 2y യുടെ ഇന്റഗ്രൽ 2y ഇൻറ്റു എക്സ് ഫ്രം 0 to 6 മൈനസ് 2y dy അല്ലെ. ദെൻ ഇനി ആ ലിമിറ്റുകൾ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ലോവർ ലിമിറ്റ് 0 ആണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പർ ലിമിറ്റ് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ദിസ് ഈക്വൽ ടു ഇന്റഗ്രൽ y ഫ്രം 0 to 3. അപ്പർ ലിമിറ്റ് എക്സിന് പകരം 6 ഇൻറ്റു എക്സിന് പകരം നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് 6 മൈനസ് 2y മൈനസ് 6 മൈനസ് 2y the whole square by 2 minus 2 into 6 minus 2y into y. അപ്പർ ലിമിറ്റ് കൊടുത്തപ്പോൾ നിങ്ങൾക്ക് ഇതാണ് കിട്ടുന്നത്, ഇൻറ്റു dy. ഇനി വിത്ത് റെസ്പെക്ട് ടു y നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യാം. വിത്ത് റെസ്പെക്ട് ടു y ഇന്റഗ്രേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. എനിവേ കാൽക്കുലേറ്റർ ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കിട്ടുന്നത് എന്തായിരിക്കും? 18 എന്നായിരിക്കും. ഓക്കെ, ഡയറക്റ്റ് ഈ വാല്യൂസ് ഒക്കെ നിങ്ങൾ ഡയറക്റ്റ് കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുത്താൽ മതി, നിങ്ങൾക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾ അത് സിംപ്ലിഫൈ ചെയ്യണമെന്ന് മാത്രം. 36 മൈനസ് 12y, പിന്നെ അത് എക്സ്പാൻഡ് ചെയ്യുക, ഇതൊക്കെ എക്സ്പാൻഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്യുക ഡയറക്റ്റ് ആയിട്ട്. വലിയ ബുദ്ധിമുട്ടൊന്നുള്ള ഫോമിലല്ല, ഡയറക്റ്റ് പോളിനോമിയലിലാണ്, ഡയറക്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യണമെന്ന് മാത്രം. സിംപ്ലിഫൈ ചെയ്യാൻ സമയമില്ല, അല്ലെങ്കിൽ സിംപ്ലിഫൈ ചെയ്താൽ തെറ്റൊന്നും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ കാൽക്കുലേറ്ററിൽ കൊടുത്താൽ മതി, ആൻസർ കിട്ടും. 18 ആണ് ഇതിന്റെ ആൻസർ വരിക. ഇതാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്ന അടുത്ത ക്വസ്റ്റ്യൻ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. യൂസ് ട്രിപ്പിൾ ഇന്റഗ്രൽ ടു ഫൈൻഡ് ദ വോളിയം ഓഫ് ദ സോളിഡ് ബൗണ്ടഡ് by the surface y equal to x square and the planes y plus z equal to 4 and z equal to 0. ഇവിടെ തന്നിട്ടുള്ളത് സോളിഡ് ആയിട്ടുള്ള ഒരു റീജിയൻ ആണ്, സർഫസ് ആണ്. അത് y equal to x square എന്ന് പറയുന്ന റീജിയൻ ആണ്. y equal to x square എന്ന് പറയുമ്പോൾ എന്താണ്? അത് പരാബോളയാണ് അല്ലെ. ഈ ടൈപ്പ് പരാബോളയാണ് y equal to x square എന്ന് പറയുന്നത്. x ആക്സും y ആക്സും ഒക്കെ നിങ്ങൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഈ ടൈപ്പ് ഒരു പരാബോളയാണ് വരിക. ഇതിന്റെ ഒരു 3 ഡയമെൻഷണൽ വ്യൂ ആണ്, 3 ഡയമെൻഷണൽ ഒരു ഷേപ്പാണ് നമ്മൾ ഇവിടെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ആൻഡ് നിങ്ങളുടെ വാല്യൂ നിങ്ങൾ ശ്രദ്ധിക്കണം, എപ്പോഴും സെഡ് വാരി ചെയ്യുന്ന ആദ്യം നിങ്ങൾ എഴുതി വെക്കുക. ലിമിറ്റുകൾ എഴുതുമ്പോൾ ലിമിറ്റ് എന്ന് എഴുതിയിട്ട് സെഡ് വാരി ചെയ്യുന്ന ലിമിറ്റുകൾ നിങ്ങൾ എഴുതുക. സെഡ് ഫ്രം 0 to ഇതിനകത്ത് സെഡ് കണ്ടുപിടിക്കുക. എന്താ വരിക? സെഡ് ഇസ് ഈക്വൽ ടു 4 മൈനസ് y. ഇനി നോർമലി നമ്മൾ ചെയ്യേണ്ട എന്താണ്? സെഡിന്റെ കോൺസ്റ്റന്റ് വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലെ. സെഡിന്റെ കോൺസ്റ്റന്റ് വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 0 ഇസ് ഈക്വൽ ടു 4 മൈനസ് y എന്ന് വരും. അപ്പൊ y ഈക്വൽ ടു 4 എന്ന് കിട്ടും. അപ്പോ y വാരി ചെയ്യുന്നത് 4 മുതൽ എക്സ് സ്ക്വയർ വരെയാണ് അല്ലെ. വൈയുടെ വാല്യൂ ചെയ്യുന്നത് y ഫ്രം 4 ടു എക്സ് സ്ക്വയർ. വൈയുടെ വാല്യൂ വാരി ചെയ്യുന്നത് y ഫ്രം 4 ടു എക്സ് സ്ക്വയർ ആണ്. അപ്പോ ഇനി നിങ്ങൾ നോക്കേണ്ട എന്താണ്? y ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ് അടുത്ത ഇക്വേഷൻ അല്ലെ. y ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ് അടുത്ത ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ വൈയുടെ കോൺസ്റ്റന്റ് വാല്യൂ നിങ്ങൾ കൊടുക്കുക. വൈയുടെ കോൺസ്റ്റന്റ് ലിമിറ്റ് എന്താണ്? 4 നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ എക്സിന്റെ ലിമിറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. എക്സിന്റെ ലിമിറ്റ് എന്താണ്? എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2. അപ്പൊ എക്സ് വാരി ചെയ്യുന്നത് -2 ടു +2 ആണ്. ആൻഡ് y വാരി ചെയ്യുന്നത് 4 ടു എക്സ് സ്ക്വയർ ആണ്. ആൻഡ് സെഡ് വാരി ചെയ്യുന്നത് 0 ടു 4 മൈനസ് y ആണ്. ഈ ലിമിറ്റുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് വോളിയം കാൽക്കുലേറ്റ് ചെയ്യാം. എന്താണ് വോളിയം വരിക? v ഈക്വൽ ടു ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ g dv. That is equal to integral x from -2 to 2, integral y from 4 to x square, integral z from 0 to 4 minus y, dz dy dx. That is equal to integral x from -2 to 2, integral y from 4 to x square, z dz integrate ചെയ്താൽ z ആണ് കിട്ടുക. z from 0 to 4 minus y dy dx. ഓക്കെ, ദെൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ലിസ്റ്റ് ഞാനിവിടെ എഴുതാം. ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു
integral x from -2 to 2, integral y from 4 to x square, 4 minus y. അപ്പൊ ലിമിറ്റ് മാത്രം കൊടുത്താൽ മതിയായിരിക്കും അല്ലെ. Then with respect to y നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. Integral x from -2 to 2, 4y minus y square by 2 അല്ലെ. വൈയുടെ ഈ 4ന്റെ ഇന്റഗ്രൽ 4y ആണ്, വൈയുടെ ഇന്റഗ്രൽ y square by 2 from 4 to x square. അപ്പൊ ലിമിറ്റും ലോവർ ലിമിറ്റും നമ്മളിവിടെ കൊടുക്കേണ്ടതാണ്. That is equal to integral x from -2 to 2. അപ്പൊ ലിമിറ്റ് കൊടുക്കുക x, yക്ക് പകരം x square ആണ് കൊടുക്കേണ്ടത്. 4x square minus x square whole square. അപ്പൊ x raised to 4 by 2. അപ്പൊ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് 4 ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്. 16 minus y square 16 by 2 dx എന്ന് വരും. That is equal to, സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇന്റഗ്രൽ x from -2 to 2, 4x square minus x raised to 4 by 2 minus 16 minus 8 എത്ര വരും? 8 എന്ന് കിട്ടും. അപ്പൊ ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാവുന്നതാണ്. കാൽക്കുലേറ്ററിൽ ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ സിംപ്ലിഫിക്കേഷൻ വലിയ കാര്യമായിട്ട് വേണ്ട. നോക്കുക, 4x cube by 3 minus x raised to 5 by 10 minus 8x from -2 to +2. ഇതാണ് ഇന്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുക. നിങ്ങൾ ഇതിന്റെ ലിമിറ്റുകൾ കൊടുക്കുക. ലിമിറ്റുകൾ കൊടുത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്, ഇതിനകത്ത് വരുന്ന ആൻസർ 17.06 ആണ് വരിക ആൻസർ. അതായത് 256 by 15 എന്ന് വരും, അല്ലെങ്കിൽ 17.06 എന്നുള്ള ആൻസർ ആണ് നിങ്ങൾക്ക് ഇതിന് കിട്ടുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. വോളിയം കാൽക്കുലേറ്റ് ചെയ്യാനല്ലാതെ ട്രിപ്പിൾ ഇന്റഗ്രലിൽ ചോദിച്ചിരിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇവാലുവേറ്റ് ട്രിപ്പിൾ ഇന്റഗ്രൽ xy sin yz dv over the rectangular box 0 less than or equal to x less than or equal to pi by 2, 0 less than or equal to y less than or equal to 1, 0 less than or equal to z less than or equal to pi by 6. യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. കോൺസ്റ്റന്റ് ലിമിറ്റുകളാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഇനി ഇത് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കുക. ഇവിടെ നിങ്ങൾക്ക് ലിമിറ്റുകൾ നിങ്ങളുടെ സൗകര്യത്തിന് എഴുതാം. ഇവിടെ ഡി വി ആണ് തന്നിട്ടുള്ളത്, എല്ലാം കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ആദ്യം എക്സ് എഴുതാം, ആദ്യം വൈ എഴുതാം, ആദ്യം സെഡ് എഴുതാം. അപ്പൊ നിങ്ങളുടെ സൗകര്യം പോലെ എഴുതാം. പക്ഷെ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഏറ്റവും അവസാനം, അതായത് ഈ ഫംഗ്ഷനോട് ചേർന്ന് എഴുതുന്ന ഇന്റഗ്രൽ ഏതാണോ ആ ഇന്റഗ്രലാണ് നിങ്ങൾ, ആ വാരിയബിൾ ആണ് നിങ്ങൾ ഇത് ഫസ്റ്റ് ടൈം ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇന്റഗ്രൽ എക്സ് വൈ ഇൻറ്റു സൈൻ വൈ സെഡ് ഇൻറ്റു ഡി വൈ എഴുതി വിചാരിക്കും. ഡി വൈ ഡി എക്സ് ഡി സെഡ് ഡി എക്സ് എന്ന് എഴുതി വിചാരിക്കൂ. അപ്പൊ നിങ്ങൾ ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഇതിലാണ്, വിത്ത് റെസ്പെക്ട് ടു വൈയിലാണ് നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താണ് ഇത് ബുദ്ധിമുട്ട് വരിക? ഇവിടെ നിങ്ങൾ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ഉപയോഗിക്കേണ്ടി വരും. കാരണം ഇതൊരു പ്രൊഡക്റ്റ് ആണ്. ഈ ഒരു ഫംഗ്ഷനിലും വൈ ഉണ്ട്, ഈ ഒരു ഫംഗ്ഷനിലും വൈ വരുന്നുണ്ട്. അപ്പൊ വൈയില് ആദ്യം നിങ്ങൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻ നോക്കി മനസ്സിലാക്കി നിങ്ങൾ ഏതിലാണ് ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് തീരുമാനിക്കണം. ഇപ്പൊ ഇതിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു സെഡിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെഡ് എന്ന് പറഞ്ഞ വാരിയബിളിന്റെ കോഎഫിഷ്യന്റ് ആണ് വൈ അല്ലെ. അപ്പൊ നിങ്ങൾ ആ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ആൻസറിന്റെ കൂടെ ഡിനോമിനേറ്ററിലെ കോഎഫിഷ്യന്റ് ഡിവൈഡ് ചെയ്ത് വെക്കുമല്ലോ. ആ വൈയും ഈ വൈയും കൂടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈയുടെ ആ ഒരു പ്രോബ്ലം ഇവിടുന്ന് ഒഴിവാക്കാൻ പറ്റും. അപ്പോ നിങ്ങൾ എപ്പോഴും ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ലിമിറ്റുകൾ കോൺസ്റ്റന്റ് തന്നാലും നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള എളുപ്പവും കൂടെ നോക്കിയിട്ട് വേണം ഏത് ലിമിറ്റ് ആദ്യം ഫിറ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കാൻ. അപ്പൊ ഇവിടെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പോകുന്ന ആദ്യം വിത്ത് റെസ്പെക്ട് ടു സെഡ് ആണ്. അപ്പോ ഈ കാണുന്ന ആദ്യത്തെ ലിമിറ്റ് ആയിരിക്കും സെഡിന്റെ 0 to pi by 6. പിന്നെ നിങ്ങൾ വൈയില് ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പോ y ഫ്രം 0 to 1 കിട്ടും. പിന്നെ നിങ്ങൾ എക്സിൽ ഇന്റഗ്രേറ്റ് ചെയ്യുക. എക്സ് ഫ്രം 0 to pi by 2 വരും. അപ്പൊ ഈ ഓർഡർ നോക്കിക്കഴിഞ്ഞാൽ ഡി എക്സ് ഡി വൈ ഡി സെഡ് ഡി സെഡ് ഡി വൈ ഡി എക്സ് ഞങ്ങൾക്ക് അറിയാവുന്ന ഓർഡർ അല്ലേ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇത് വ്യത്യാസം വരുന്ന ചില സമയങ്ങളിലൊക്കെ മാറും. അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് ഫംഗ്ഷൻ നോക്കിയിട്ട് വേണം ഇന്റഗ്രേറ്റ് ചെയ്യാൻ. ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കുക, എന്താ വരിക? എക്സ് ഫ്രം 0 to pi by 2, y from 0 to 1. വിത്ത് റെസ്പെക്ട് ടു സെഡ് ആണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. എക്സ് വൈ കോൺസ്റ്റന്റ് ആണ്. എക്സ് വൈ ഇൻറ്റു സൈൻ ഇന്റഗ്രൽ മൈനസ് കോസ് വൈ സെഡ് ഡിവൈഡഡ് ബൈ സെഡിന്റെ കോഎഫിഷ്യന്റ് y ഫ്രം 0 to pi by 6. സെഡിന്റെ ലിമിറ്റ് ആണ് dy dx. ഇനി ഇതിനകത്ത് ഡിനോമിനേറ്ററിൽ വരുന്നിട്ടുള്ള y, ഇവിടെ സെഡിനാണ് ലിമിറ്റ് കൊടുക്കുന്നത്, y അവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ ഈ വൈയും ഈ വൈയും നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം. പിന്നെ ബാലൻസ് വരുന്നത്
integral x from 0 to pi by 2, integral y from 0 to 1 minus x into ഇവിടെ സെറ്റിന് നിങ്ങൾ ലിമിറ്റ് കൊടുക്കുക. അപ്പർ ലിമിറ്റ് കൊടുക്കേണ്ടത് പൈ ബൈ 6 ആണ്. കോസ് വൈ സെറ്റിന് പകരം പൈ ബൈ 6 കൊടുത്തു കഴിഞ്ഞാൽ പൈ ബൈ 6 വൈ മൈനസ് കോസ് ലോവർ ലിമിറ്റ് 0 എന്ന് വിചാരിച്ച് നിങ്ങൾ ഒഴിവാക്കരുത്. കാരണം കോസ് ആണ് ഫംഗ്ഷൻ. കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ അതുകൊണ്ട് അത് ഒഴിവാക്കാൻ പറ്റില്ല. അത് നിങ്ങൾ അവിടെ എഴുതണം. That is equal to integral x from 0 to pi by 2, integral y from 0 to 1 minus x into cos pi by 6y minus 1 dy dx. ഇനി വിത്ത് റെസ്പെക്ട് ടു y നമുക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. എന്താ കിട്ടുക നമുക്ക് ഈക്വൽ ടു ഇന്റഗ്രൽ x ഫ്രം 0 to pi by 2, ഒരു മൈനസ് എക്സ് ഇവിടെ ഉണ്ട്. ആ മൈനസ് എക്സ് നമുക്ക് പുറത്തേക്ക് എടുക്കാം. മൈനസ് എക്സ് ഇൻറ്റു കോസിന്റെ ഇന്റഗ്രൽ എന്താണ് സൈൻ പൈ ബൈ 6y ഡിവൈഡഡ് ബൈ വൈയുടെ കോഎഫിഷ്യന്റ് ആണ് പൈ ബൈ 6. അത് ഡിവൈഡ് ചെയ്യണം. മൈനസ് 1 ഇൻ ഇന്റഗ്രൽ y ഫ്രം 0 to 1 അല്ലെ ഇൻറ്റു ഡി എക്സ്. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ എക്സ് ഫ്രം 0 to pi by 2 മൈനസ് എക്സ് ഇൻറ്റു y ആണ്. വൈക്ക് പകരം നിങ്ങൾ 1 ആണ് കൊടുക്കേണ്ടത്. സൈൻ പൈ ബൈ 6 ഡിവൈഡഡ് ബൈ പൈ ബൈ 6 മൈനസ് 1. ലോവർ ലിമിറ്റ് 0 ആണ് കൊടുക്കേണ്ടത്. സൈൻ 0 ആയതുകൊണ്ട് ഇവിടെ ഇത് 0 ആയി പോവും. പിന്നെ y ആണ് 0 ആയി പോവും. അപ്പൊ ലോവർ ലിമിറ്റിന്റെ ആവശ്യമില്ല. നൗ ഇറ്റ് ഇസ് ഈക്വൽ ടു സൈൻ പൈ ബൈ 6ന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം. പൈ ബൈ 6 മുകളിലേക്ക് പോകുമ്പോൾ 6 ബൈ പൈ ആവും. ഇന്റഗ്രൽ എക്സ് ഫ്രം 0 to pi by 2 മൈനസ് എക്സ് ഇൻറ്റു ഈ കാണുന്നൊക്കെ കോൺസ്റ്റന്റുകളാണ് കേട്ടോ. അപ്പോ പൈ ബൈ സൈൻ പൈ ബൈ 6 എന്ന് പറഞ്ഞാൽ 1 by 2 ബൈ പൈ ബൈ 6 അല്ലെ മൈനസ് 1 dx. അപ്പൊ ആ കോൺസ്റ്റന്റ് നമുക്ക് പുറത്തേക്ക് എടുക്കാം. കോൺസ്റ്റന്റ് പുറത്തേക്ക് എടുക്കുമ്പോൾ 1 by 2 ഇൻറ്റു 6 by pi ആയിട്ട് പുറത്തേക്ക് എടുക്കാം. മൈനസ് 1 ഇങ്ങനെ പുറത്തേക്ക് എടുക്കാം. ഇവിടെ മൈനസ് എക്സ് ആ മൈനസും കൂടെ നമ്മളുണ്ട് ഔട്ട് സൈഡിൽ എടുത്തെന്ന് വിചാരിക്കും. മൈനസ് ഔട്ട് സൈഡ് എടുത്തിട്ടുണ്ട്. എക്സിന്റെ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2 ഫ്രം 0 to pi by 2. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 3 by pi മൈനസ് 1 എന്നാണ്. 3 by pi മൈനസ് 1 ഇൻറ്റു മൈനസ് ഉണ്ട് പുറത്തുണ്ട്. അപ്പർ ലിമിറ്റ് ആയിട്ട് പൈ സ്ക്വയർ ബൈ 2 കൊടുക്കുക. പൈ സ്ക്വയർ കൊടുക്കുക. പൈ ബൈ 2 ഹോൾ സ്ക്വയർ ബൈ 2. ലോവർ ലിമിറ്റ് 0 ആണ്. അപ്പൊ മൈനസ് 3 by pi മൈനസ് 1 ഇൻറ്റു പൈ സ്ക്വയർ ബൈ 4 ഇൻറ്റു 2 8 എന്ന് വരും. അപ്പൊ ഇതാണ് നിങ്ങളുടെ ആൻസർ കിട്ടുക. മൈനസ് 3 by pi മൈനസ് 1 ഇൻറ്റു പൈ സ്ക്വയർ ബൈ 8 എന്ന് കിട്ടും. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. 0.0001 ഒക്കെയാണ് ആൻസർ വരാൻ പോകുന്നുണ്ട്. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റൻ ആണ്. ഓർഡർ നോക്കിയിട്ട്, അതായത് ഏത് ഫംഗ്ഷൻ എളുപ്പത്തിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും എന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് കൊടുക്കാൻ, ലിമിറ്റുകൾ കൊടുക്കാൻ. ആ ഒരു ടൈപ്പ് ക്വസ്റ്റൻ ആണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് ട്രിപ്പിൾ ഇന്റഗ്രലിന്റെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എന്തൊക്കെയാണ് ട്രിപ്പിൾ ഇന്റഗ്രലിൽ ഇതുവരെ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ളത് അതൊക്കെയാണ് നമ്മൾ ചെയ്തത്. 3 മാർക്സിന്റെ ക്വസ്റ്റൻ ഉണ്ട്. അതുപോലെ തന്നെ 5 മാർക്സിന്റെ 6 മാർക്സിന്റെ ക്വസ്റ്റൻ ഇതിനകത്ത് ഉണ്ടാവും. വോളിയം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. സോളിഡിന്റെ ലിമിറ്റുകളൊക്കെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വോളിയം ട്രിപ്പിൾ ഇന്റഗ്രൽ യൂസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെ, ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. നന്നായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കി ചെയ്ത് പഠിക്കുക. ബിടെക് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷന്റെ കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.